ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ ഞാൻ വന്നിട്ടുള്ളതുണ്ടല്ലോ, മാങ്ങ വെച്ചിട്ടുള്ളൊരു 2 ഐറ്റം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഈസിയാണ് ഇത് ഉണ്ടാക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ മാങ്ങയൊക്കെ സീസണും ഒക്കെ ആണല്ലേ, അപ്പോൾ കയ്യാനും ആയിട്ടുണ്ടല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു മാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കാമെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ, കേക്ക് വൃത്തിയാക്കിയതിന് ശേഷം മാങ്ങ ഇങ്ങനെ വിരഞ്ഞു കൊടുക്കണം കേട്ടോ. നല്ല അടിക്ക് തന്നെ തട്ടിയിട്ട് വിരഞ്ഞു കൊടുക്കണം, അടുപ്പിച്ച് എന്നിട്ട് നമുക്കിതുണ്ടല്ലോ ഒരു ബൗളിലേക്ക്, ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. നമുക്കിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ മുഴുവനായിട്ടും ഇതേമാതിരിക്ക് തന്നെ ചെയ്തെടുക്കുക. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഇതിലേക്ക് ഇട്ടെടുക്കുന്നത് ഏലക്കയാണ്. ഒരു 3-4 ഏലക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ഉപ്പും വേണം. അതേമാതിരിക്ക് തന്നെ ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കട്ട് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല മധുരമുണ്ട്. പിന്നെ നമ്മളൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് മൂടി കിടക്കാൻ കണ്ട് വെള്ളം ഒഴിച്ചെടുക്കണം. ഓവർ വെള്ളം വേണ്ട കേട്ടോ. അത് നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുക. നല്ല വറ്റിച്ചെടുക്കുകയാണ്. ഗ്യാസൊക്കെ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ കയമ്പുമ്മക്കൊക്കെ ഇതിൻ്റെ മധുരമൊക്കെ പിടിക്കുള്ളൂ. ഒറ്റയടിക്കണം ഗ്യാസ് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പറ്റും. പക്ഷേ മാങ്ങമ്മ മധുരം കാര്യങ്ങളൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ മൂടി വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് മറിച്ചിട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് മറിച്ചിട്ടെടുത്തിട്ടുണ്ടല്ലോ, കുറേശ്ശെ ആയിട്ട് ഇതിങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ. ഇതൊക്കെ പണ്ടുണ്ടല്ലോ ഉമ്മമാരൊക്കെ ഉണ്ടാക്കിന്, അങ്ങനെ അതാണ് കേട്ടോ. 2 ഐറ്റം കാണിക്കുന്ന ആ ഒരു മോഡിയിലാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇത് അറിയുമെന്ന് അറിയില്ല അല്ലേ. അപ്പോൾ ഇതുണ്ടല്ലോ നമ്മൾ തിരിച്ച് മറിച്ചിട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കണം കേട്ടോ. മറിച്ചും കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ ഗ്യാസ് മേലൊന്നും അല്ല കേട്ടോ വെക്കേണ്ടത്. അടുപ്പത്തുണ്ടല്ലോ മണ്ണും ചട്ടിയിലിട്ട് വേവിച്ച് ഇങ്ങനെ കൊണ്ടുവരണം. അപ്പോഴാണ് മധുരം കാര്യങ്ങളും പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നല്ല വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതവിടെ ഇരിക്കട്ടെ, ഞാൻ അടുത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈസി ഞാൻ പറഞ്ഞില്ല, ഈസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ഉണ്ടല്ലോ ചനച്ച മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു വലിയൊരു മാങ്ങയാണ് കേട്ടോ, ഒരു മാങ്ങയാണിത്. അപ്പോൾ അതുണ്ടല്ലോ ഒരു മിക്സിൻ്റെ ജാറിൽ ഇട്ടെടുത്ത് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി അടിച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കണ്ട കേട്ടോ. അഥവാ അരിഞ്ഞ് കിട്ടണില്ല എന്ന് വെച്ചെങ്കിൽ ഒരു കയ്യിൽ വെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്ന് നല്ല അടിച്ചെടുത്താൽ മതിയേ. അപ്പോൾ അതാ ഞാൻ അതുണ്ടല്ലോ ഒരു പാനിൽ കൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാരയും കുറച്ച് ഒരു പിഞ്ച് പൂ ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ മധുരത്തിന് അത്യാവശ്യം നല്ല പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരു 3-4 ടേബിൾ സ്പൂണുകളൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതും ഞാൻ പറഞ്ഞില്ലേ, പണ്ടുള്ള ഉമ്മമാരൊക്കെ ഉണ്ടാക്കിന് അത് തന്നെയാണ് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മാങ്ങ ഉണ്ടല്ലോ, നല്ല പഴുത്ത മാങ്ങ കൂടുതലൊക്കെ എല്ലെടുത്ത് നല്ല പഴുത്ത മാങ്ങ ചെത്തിയിട്ട് ഉണക്കാൻ വെക്കുമല്ലോ, അത് അങ്ങനെ ആ ഒരു രീതിയാണ് കേട്ടോ. ആ രീതിയല്ല, അത് അതിൻ്റെ വേറൊരു രീതിയാണ്. അതങ്ങനത്തെ മാങ്ങയ്ക്ക് ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മേൻ്റെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടായിരുന്നതിന് അങ്ങനെ ഉണക്കി കണ്ടൊക്കെ ഞങ്ങൾ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് മഴക്കാലത്ത് ഒക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ പിന്നെ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ രുചി വേറെ തന്നെയാണ്. അപ്പോൾ ഏകദേശമൊക്കെ ആ സെയിം ഇതിൽ തന്നെയാണ് ഇത് വരിക. അപ്പോൾ ഞാൻ കുറച്ച് വറ്റൽമുളക് കൃഷി ഇത് കണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല ഒന്നുകൂടി ഇളക്കി മിക്സാക്കി കൊടുക്കണം. ഇതും തന്നെ ഗ്യാസ് കുറച്ച് വെച്ച് ഇങ്ങനെ വറ്റിച്ചെടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഫുഡ് കളർ ഒഴിച്ചെടുത്തിട്ടുണ്ട്, 2 ഡ്രോപ്പ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതൊട്ടും നിർബന്ധമില്ല, വേണമെങ്കിൽ യൂസ് ചെയ്താൽ മാത്രം മതിയിട്ട്. അപ്പോൾ ഈ വീഡിയോക്ക് മാത്രം വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ്. അങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ അത് ഒന്നുകൂടി ഇളക്കി മിക്സ് ആക്കിയിട്ട് ഒന്നുകൂടി വറ്റിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനോട് അടിച്ച് ഹോളെന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ ഞാൻ അതുണ്ടല്ലോ പിന്നെ 2-3 പാത്രത്തിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ നല്ല കട്ടി കുറച്ചിട്ട് വേണം അത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വെയിൽ കുറവേനു കേട്ടോ. അപ്പോൾ ഞാൻ 2 വെച്ചതൊട്ടും പിന്നെ ശരിയായി വന്നില്ല, കിട്ടിയില്ല കേട്ടോ ഇന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എന്ത് വിചാരിച്ചെന്ന് വെച്ചാൽ ഒരു ഫൈബറിൻ്റെ പാത്രത്തേക്ക് ഒഴിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ അത് പെട്ടെന്ന് തന്നെ എടുക്കാനും കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ നമ്മൾ അത് 2 ദിവസമൊക്കെ വെയിലില്ലെങ്കിൽ 2 ദിവസം 3 ദിവസമൊക്കെ വെച്ചിട്ട് വേണം അത് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് എരിവും കുറച്ച് നല്ല മധുരമൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ അതുണ്ടല്ലോ ഈ പാത്രത്തിൽ വെച്ച് നല്ല നിരത്തി സെറ്റാക്കി ഉണക്കിയെടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളുണ്ടല്ലോ ഉണക്കി ഇതായി വന്നപ്പോൾ വേറെ കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് മക്കളെ, ഉണക്കി വന്നപ്പോൾ ഇതേ കോലത്തിലായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡൊക്കെ ഞങ്ങൾ കുറേശ്ശെ എടുത്ത് ഇങ്ങനെ കഴിച്ചതാണ്. അപ്പോൾ മറ്റേ പാത്രത്തെ നമുക്ക് പിന്നെ കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കട്ട് ചെയ്ത് അങ്ങനെ കഴിച്ചിട്ടോ. അപ്പോൾ ഇത് മാത്രമാക്കി നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ അതേ നമ്മളിതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതേ മരിക്കാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നടുകന്ന് ഇങ്ങനെ കുറച്ച് 4 പീസാക്കി എടുക്കണം. എന്നിട്ട് ഇതുണ്ടല്ലോ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വേറൊരു പണിയൊന്നുമില്ല. ഇതിങ്ങനെ കഴിക്കകരം അടിപൊളിയാണ് കേട്ടോ. നമ്മൾ വെറുതെ ഇങ്ങനെ ഫോണിൽ നോക്കിയൊക്കെ ഇരിക്കില്ല വൈകുന്നേരമൊക്കെ മഴയത്തൊക്കെ, അങ്ങനെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എരിവ് കുറച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒന്നുകൂടി കൂടുതൽ ഇഷ്ടമാവും. അപ്പോൾ എരിവ് മധുരം കൂടെ ആകുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ. അപ്പോൾ 2 ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഒരു ചെറിയ വീഡിയോ കേട്ടോ. അപ്പോൾ 2 ഒന്നിച്ചാക്കിയത്. അപ്പോൾ എല്ലാവരോടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.